ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ആദ്യത്തെ പോയിന്റ്, 2022 ടെമ്പിൾട്ടൺ പുരസ്കാരം നേടിയത് ആരാണ്? ഫ്രാങ്ക് വീൽചെക്ക് ആണ് കേട്ടോ. അപ്പോൾ 2022 ടെമ്പിൾട്ടൺ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഫ്രാങ്ക് വീൽചെക്ക് ആണ്. അപ്പോൾ അത് ആലോചിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടെമ്പിൾ എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, ഈ ടെമ്പിളിലൊക്കെ പോയിട്ട് നമ്മളിങ്ങനെ ഫ്രാങ്ക് ആയിട്ടൊക്കെ ദൈവത്തിനോട് സംസാരിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക എന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഫ്രാങ്ക് കിട്ടി, അതേപോലെ തന്നെ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ ഒരു നല്ല ചെക്ക് കിട്ടണം എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ പ്രാർത്ഥിക്കുക അല്ലേ. അപ്പോൾ ഫ്രാങ്ക് വീൽചെക്ക് ആണ് കേട്ടോ. അപ്പോൾ 2022 ടെമ്പിൾട്ടൺ പുരസ്കാരം നേടിയത് ഫ്രാങ്ക് വീൽചെക്ക്. അടുത്ത പോയിന്റ്, ബഹിരാകാശത്ത് മനുഷ്യരെ എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഗഗൻയാൻ ആണ് അല്ലെ. ഗഗൻയാൻ വിക്ഷേപണ ദൗത്യ വാഹനം, അതും കൂടെ ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. റിലേറ്റഡ് പോയിന്റ്സ് പഠിച്ചു പോവുക. ഏതാണ്? GSLV Mach 3 ആണ് കേട്ടോ. GSLV Mach 3. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടർ. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ പഠിച്ചു പോകേണ്ട പോയിന്റ്സുകളാണ്. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ VSSCയുടെ ഡയറക്ടർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? S ഉണ്ണികൃഷ്ണനാണ്. അപ്പോൾ നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് VSSC എന്ന് പറയുമ്പോൾ V പോലെ ഇരിക്കുന്ന U അല്ലേ. അപ്പോൾ U വെച്ചിട്ടുള്ള S ഉണ്ണികൃഷ്ണൻ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കിട്ടിയില്ല 2022 ടെമ്പിൾട്ടൺ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ഫ്രാങ്ക് വീൽചെക്ക്. പിന്നെ ഗഗൻയാൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അതിൻ്റെ ദൗത്യ വാഹനം പഠിച്ചു വെച്ചേക്കുക GSLV Mach 3. അടുത്ത പോയിന്റ് നോക്കാം. ത്രിപുര മുഖ്യമന്ത്രിയായിട്ട് അധികാരമേറ്റത് മണിക് സാഹയാണ് കേട്ടോ. ത്രിപുര മുഖ്യമന്ത്രിയായിട്ട് അധികാരമേറ്റിട്ടുള്ളത് ആരാണ്? മണിക് സാഹ. അപ്പോൾ ത്രിപുര എന്ന് പറയുമ്പോണ്ടല്ലോ, നമ്മുടെ ഈ പുര ആലോചിക്കാം അല്ലെ. നമ്മുടെ വീട്ടിലൊക്കെ ഒരാൾ വന്നു കഴിയുമ്പോൾ അതെന്താ ചെയ്യുക? മണി അടിക്കും, കോളിംഗ് ബെൽ അടിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് മണിക് സാഹ കണക്ട് ചെയ്യാലോ. അപ്പോൾ ത്രിപുര മുഖ്യമന്ത്രിയായിട്ട് അധികാരമേറ്റത് മണിക് സാഹയാണ് കേട്ടോ. മുമ്പത്തെ ത്രിപുര മുഖ്യമന്ത്രി ആരായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ബിപ്ലവ് ദേവ് ആണ്. ആരായിരുന്നു? ബിപ്ലവ് ദേവ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അറിഞ്ഞിരിക്കണം, S മണികുമാർ. അപ്പോൾ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഓരോ പോയിന്റ്സുകളാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ പഠിച്ചു പോവുക. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? S മണികുമാർ. അടുത്ത പോയിന്റ് നോക്കാം. 2022 യൂബർ കപ്പ് ബാഡ്മിന്റൺ കിരീടം നേടിയത് ദക്ഷിണ കൊറിയ ആണ് കേട്ടോ. 2022 യൂബർ കപ്പ് ബാഡ്മിന്റൺ കിരീടം നേടിയത് ദക്ഷിണ കൊറിയ. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം വരാം, അതായത് യൂബർ കപ്പ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? എന്താണ്? ബാഡ്മിന്റൺ ആണ്. അപ്പോൾ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചില്ലായിരുന്നോ തോമസ് കപ്പ് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏതാണ്? ബാഡ്മിന്റൺ. അപ്പോൾ അതേപോലെ അങ്ങനെയും വേണമെങ്കിൽ ചോദ്യം വരാം കേട്ടോ. അപ്പോൾ യൂബർ കപ്പ് ബാഡ്മിന്റൺ കിരീടം നേടിയിട്ടുള്ളത് ദക്ഷിണ കൊറിയ. അപ്പോൾ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ യൂബറിലൊക്കെ പോണ സമയത്തെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറിച്ചുകൊണ്ടൊക്കെയാണ്, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറിച്ച് കഴിച്ചുകൊണ്ടൊക്കെയാണ് പോണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക കേട്ടോ. ദക്ഷിണ കൊറിയയാണ്. അടുത്ത പോയിന്റ്, പുതിയ സൊമേലിയൻ പ്രസിഡന്റായിട്ട് നിയമിതനായത് ഹസൻ മുഹമ്മദ് ആണ്. പുതിയ സൊമേലിയൻ പ്രസിഡന്റായിട്ട് നിയമിതനായത് ആരാണ്? ഹസൻ മുഹമ്മദ്. അപ്പം ഈ സൊമേലിയ എന്നൊക്കെ പറയുമ്പോൾ പണ്ട് കാലത്ത് നമുക്കറിയാലോ, ഈ സൊമേലിയൻ എന്നൊക്കെ പറയുമ്പോൾ ഈ പട്നി രാജ്യം എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നതല്ലേ. പക്ഷെ ഇപ്പോൾ അത് ഒരുപാട് പുരോഗമിച്ച് ഇപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷമൊക്കെയാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. അപ്പോൾ ഹസ്ന എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേപോലെ തന്നെ ഹസൻ മുഹമ്മദ് ആണ് കേട്ടോ. പുതിയ സൊമേലിയൻ പ്രസിഡന്റായിട്ട് നിയമിതനായത് ഹസൻ മുഹമ്മദ്. അടുത്ത പോയിന്റ് നോക്കാം. 2022 മാഡ്രിഡ് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽക്രസിനാണ് കേട്ടോ. 2022 മാഡ്രിഡ് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽക്രസ്. അപ്പോൾ ഞാൻ ഓർത്ത് വെച്ചേക്കണത് ഈ മാഡൊക്കെ ആകുമ്പോണ്ടല്ലോ, മാഡ്രിഡ് എന്ന് പറയുമ്പോൾ ഞാൻ കണക്ട് ചെയ്തേക്കുന്നത് മാഡ് എന്നാണ്. അപ്പോൾ മാഡൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് ബഹളം വെക്കും, കാറും എന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ കാർലോസ് അൽക്രസ്. അടുത്ത പോയിന്റ് നോക്കാം. സുപ്രീം കോടതി നിയമിച്ച മുല്ലപ്പെരിയാർ മേൽനോട്ട കമ്മിറ്റിയുടെ അധ്യക്ഷനാരാണ്? ഗുൽഷൻ രാജ്. സുപ്രീം കോടതി നിയമിച്ച മുല്ലപ്പെരിയാർ മേൽനോട്ട കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ഗുൽഷൻ രാജ്. അപ്പോൾ മുല്ലപ്പെരിയാർ എന്നൊക്കെ പറയുമ്പോൾ ആകെ ഇങ്ങനെ ഗുലുമാലൊക്കെ ആയിട്ട് നിൽക്കാന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഗുൽഷൻ രാജ് എന്നുള്ളത് കണക്ട് ചെയ്യാം. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. എല്ലാവർക്കും ഇൻഷുറൻസ് പരിരക്ഷ എന്ന ലക്ഷ്യത്തോടെ ചിരഞ്ജീവി ഹെൽത്ത് ഇൻഷുറൻസ് ആരംഭിച്ചുള്ള സംസ്ഥാനം. ഇത് ഒരുപാട് പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. ഏതാ? രാജസ്ഥാനാണ്. അപ്പോൾ രാജസ്ഥാൻ്റെ മുഖ്യമന്ത്രി ആരാണെന്നും കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ആരാ? അശോക് ഗെഹ്ലോട്ടാണ് അല്ലേ. ഇപ്പോൾ രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ രാജാവ് എന്നുള്ള രീതിയിൽ ആലോചിക്കാം. അശോക് രാജാവ് അല്ലേ, അശോക് ചക്രവർത്തി എന്നുള്ള രീതിയിൽ നമുക്ക് അശോക് ഗെഹ്ലോട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ പോയിന്റ്സുകൾ ഒന്നുകൂടെ മനസ്സിലാക്കിയോണ്ടെന്നെ യൂബർ കപ്പ് ബാഡ്മിന്റനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ 2022 യൂബർ കപ്പ് ബാഡ്മിന്റൺ കിരീടം നേടിയത് ദക്ഷിണ കൊറിയയാണ്. പുതിയ സൊമേലിയൻ പ്രസിഡന്റ് ഹസൻ മുഹമ്മദ്. 2022 മാഡ്രിഡ് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽക്രസ്. അതേപോലെ തന്നെ മുല്ലപ്പെരിയാർ മേൽനോട്ട കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഗുൽഷൻ രാജ് ആണ്. പിന്നെ രാജസ്ഥാൻ അല്ലെ, നമ്മുടെ ചിരഞ്ജീവി ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ആരംഭിച്ചുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ രാജസ്ഥാനാണ്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. സാഹിത്യ രംഗത്തെ സംഭാവനകൾക്ക് ബംഗ്ല അക്കാഡമിയുടെ പ്രഥമ പുരസ്കാരം നേടിയത് മമതാ ബാനർജിയാണ് കേട്ടോ. അപ്പോൾ ബംഗ്ല അക്കാഡമിയുടെ പ്രഥമ പുരസ്കാരം നേടിയത് മമതാ ബാനർജി. ഓക്കെ, അതേപോലെ തന്നെ കവിത ബിത്താൻ എന്ന പുസ്തകത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് കേട്ടോ. അടുത്തത്
ഇന്ത്യയിലെ 52ാമത്തെ ടൈഗർ റിസർവ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ 52ാമത്തെ ടൈഗർ റിസർവ് ആണ് രാംഗഡ് വിഷ്ദാരി, രാജസ്ഥാനിലാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ 52ാമത്തെ ടൈഗർ റിസർവ് രാജസ്ഥാനിലാണ്. ഏതാണ്? രാംഗഡ് വിഷ്ദാരി. രാജസ്ഥാനിലെ 4ാമത്തെ കടുവ സങ്കേതമാണിത് കേട്ടോ. അപ്പോൾ എത്രാമത്തെയാണ്? 4ാമത്തെ കടുവ സങ്കേതമാണ് രാംഗഡ് വിഷ്ദാരി. അപ്പോൾ രാജസ്ഥാനിലെ കടുവ സങ്കേതങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് 4ാമത്തെയാണ് രാംഗഡ് വിഷ്ദാരി. അപ്പോൾ ബാക്കിയുള്ള കടുവ സങ്കേതങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഏതൊക്കെയാണ്? രന്തൻപോർ, സരിസ്ക, മുകുന്ദ്ര, രാംഗഡ് വിഷ്ദാരി. ഓക്കെ, അപ്പോൾ ഇതിന് ചെറിയൊരു കോഡ് വെച്ച് ഞാൻ കണക്ട് ചെയ്ത് തരാം. അപ്പോൾ നമ്മുടെ രാജസ്ഥാൻ എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ ആ ഒരു മരുഭൂമിയൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം കേട്ടോ. രാജസ്ഥാനിലെ മരുഭൂമി. അപ്പോൾ അവിടെയൊക്കെ പോയിരിക്കുന്ന സമയത്ത് നമുക്ക് ആകെ ഇങ്ങനെ ബോറൊക്കെ അടിച്ച് അല്ലേ, ആകെ ഇങ്ങനെ ഉഷ്ണിച്ച് ബോറൊക്കെ അടിച്ചിരിക്കുകയെന്ന് വിചാരിക്കുക കേട്ടോ. അങ്ങനെ ബോറൊക്കെ അടിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഭയങ്കര ഉഷ്ണമാണ്, ഭയങ്കര ചൂടൊക്കെ അല്ല, അപ്പോൾ ഭയങ്കര ഉഷ്ണമാണ്. നമ്മൾ നമ്മുടെ സാരിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വീശും എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഏതൊക്കെയാണ് കടുവ സങ്കേതങ്ങൾ എന്നുള്ളത് പറഞ്ഞുതരാം. രന്തംബോർ, നമ്മൾ ആകെ ഇങ്ങനെ ബോറടിച്ചിരിക്കുക കേട്ടോ. രന്തംബോർ. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ സാരി എടുത്തിട്ട് അല്ലേ, സരിസ്കേനകത്തുള്ള സാരി എടുക്കുക കേട്ടോ. അപ്പോൾ സാരി എടുത്തിട്ട് മുഖത്ത്, മുകുന്ദ്ര, മുഖത്ത് വീശും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. ബോറടിച്ചിരിക്കുമ്പോൾ സാരി എടുത്തിട്ട് മുഖത്ത് വീശും. അപ്പോൾ ഏതൊക്കെയാണ്? രന്തംബോർ, സരിസ്ക, മുകുന്ദ്ര, രാംഗഡ് വിഷ്ദാരി. അതാണ് നമ്മുടെ വീശും കേട്ടോ. അപ്പോൾ രാജസ്ഥാനിലെ കടുവ സങ്കേതങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അടുത്ത പോയിന്റ്, കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ആരാണ്? ഭൂപേന്ദ്ര യാദവ് ആണ്. കേന്ദ്ര വനം വകുപ്പ് മന്ത്രിയാണ് ഭൂപേന്ദ്ര യാദവ്. വനം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഭൂമിയായിട്ടൊക്കെ കണക്ട് ചെയ്തൂടെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഭൂപേന്ദ്ര യാദവ്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഉദയഗിരി, സൂറത്ത് എന്നിവ യുദ്ധക്കപ്പലുകളാണ് കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, ഉദയഗിരിയും സൂറത്തൊക്കെ എന്താണ്? യുദ്ധക്കപ്പലുകളാണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചെയർമാനായിട്ട് നിയമിതനായിട്ടുള്ളത് SS മുദ്രയാണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ സ്റ്റോക്ക് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? യെസ് അല്ലെങ്കിൽ നോ എന്നൊക്കെ പറയും അല്ലേ. അതേപോലെ SS എന്ന് പറഞ്ഞിട്ട് ഒരു മുദ്രയും കൂടെ കാണിക്കും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചെയർമാനായിട്ട് നിയമിതനായിട്ടുള്ളത് SS മുദ്ര. അടുത്ത പോയിന്റ് നോക്കാം. 2022 ക്വാഡ് ഉച്ചകോടിയുടെ വേദി എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ജപ്പാൻ ആണ് കേട്ടോ. ഓർത്ത് വെച്ചേക്കണേ, 2022 ക്വാഡ് ഉച്ചകോടിയുടെ വേദിയാണ് ജപ്പാൻ. അപ്പോൾ അതിലെ രാജ്യങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കണം അല്ലേ. ക്വാഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 4 രാജ്യങ്ങളാണ്. നമ്മൾ ക്വാഡ്ലാറ്ററൽ അതൊക്കെ അറിയാലോ. അപ്പോൾ 4 രാജ്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് രാജ്യങ്ങൾ അത് ഓർക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കോഡാണ്. നമ്മുടെ ഓജോ ബോർഡ് ഇല്ലേ, അതിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് ഓർത്താൽ മതി. OUIJA. ഇതിനകത്തുള്ള O നമുക്ക് വേണ്ട കേട്ടോ. ബാക്കിയുള്ള UIJA ആണ് നമ്മുടെ രാജ്യങ്ങൾ. USA, I ഇന്ത്യ, J ജപ്പാൻ, A ഓസ്ട്രേലിയ. ഓക്കെ, അപ്പോൾ ഇപ്രാവശ്യം ജപ്പാനിലാണ് 2022 ക്വാഡ് ഉച്ചകോടിയുടെ വേദി ജപ്പാനിലാണ് കേട്ടോ. അടുത്ത കേരള ഫോക്ലോർ അക്കാദമി ചെയർമാനായിട്ട് നിയമിതനായിട്ടുള്ളത് OS ഉണ്ണികൃഷ്ണനാണ്. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ഫോക്ലോർ അക്കാദമി എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോക്ക് ഡാൻസ് ഒക്കെ ആലോചിക്കുക. കൃഷ്ണന് രാധയൊക്കെ ആയിട്ടുള്ള ഫോക്ക് ഡാൻസ് ഒക്കെ ഒന്ന് വെറുതെ കണക്ട് ചെയ്യുക കേട്ടോ. അടുത്തത് ഇന്ത്യൻ കരസേനയിലെ ആദ്യ വനിതാ യുദ്ധവിമാന പൈലറ്റ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻ അഭിലാഷ ബറാക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ കരസേനയിലെ ആദ്യ വനിതാ യുദ്ധവിമാന പൈലറ്റാണ് ക്യാപ്റ്റൻ അഭിലാഷ ബറാക്ക്. അതേസമയം അവിടെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റിയ വേറൊരു പോയിന്റ് ഉണ്ട്. നാവികസേനയുടെ ആദ്യ വനിതാ പൈലറ്റ് ചോദിക്കുകയാണെങ്കിൽ ശിവാംഗി സിംഗ് ആണ്. ആരാണ്? ശിവാംഗി സിംഗ്. അപ്പം ഇവിടെ ഓർത്ത് വെക്കേണ്ടത് കരസേനയാണെങ്കിൽ ക്യാപ്റ്റൻ അഭിലാഷ ബറാക്കാണ്. നാവികസേനയുടെ ആണെങ്കിൽ ആദ്യത്തെ വനിതാ പൈലറ്റ് ചോദിക്കുകയാണെങ്കിൽ ശിവാംഗി സിംഗ് ആണ് കേട്ടോ. അപ്പോൾ കരയിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നമുക്കൊരു സന്തോഷമൊക്കെ ആയിരിക്കും, നമ്മുടെ കരയല്ലേ. അപ്പോൾ അഭിലാഷ ബറാക്ക് എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക, മാറിപ്പോരുത്. അടുത്ത പോയിന്റ് നോക്കാം. സംസ്ഥാനത്ത് ഹെപ്പറ്റൈറ്റിസ് C കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ്. ഓക്കെ, അപ്പോൾ സംസ്ഥാനത്ത് ഹെപ്പറ്റൈറ്റിസ് C കൂടുതലായിട്ട് കാണപ്പെടുന്നത് ആലപ്പുഴ ജില്ല. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് C എന്ന് പറയുമ്പോൾ നമുക്ക് ഇംഗ്ലീഷിലെ C ആലോചിക്കാമല്ലോ. അപ്പോൾ ആ സിയും അതുപോലെ തന്നെ പുഴയും ആയിട്ടൊക്കെ ഒന്ന് വെറുതെ കണക്ട് ചെയ്യാം. ഓക്കെ, ആലപ്പുഴ ജില്ല. അപ്പോൾ രക്തത്തിലൂടെയാണ് ഈ ഹെപ്പറ്റൈറ്റിസ് C പകരുന്നത് കേട്ടോ. അതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത പോയിന്റ്, അസാനി ചുഴലിക്കാറ്റിൻ്റെ പേര് നൽകിയിട്ടുള്ള രാജ്യം ഏതാണ്? ശ്രീലങ്ക. പഠിച്ചു വെച്ചേക്കുക. അസാനി ചുഴലിക്കാറ്റിൻ്റെ പേര് നൽകിയിട്ടുള്ള രാജ്യമാണ് ശ്രീലങ്ക. അപ്പോൾ ചുഴലിക്കാറ്റുകളുടെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. പേര് നൽകിയിട്ടുള്ള രാജ്യവും വർഷവും ഡേറ്റും ഒക്കെ കണക്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണാം കേട്ടോ. അസാനി ചുഴലിക്കാറ്റിൻ്റെ പേര് നൽകിയിട്ടുള്ള രാജ്യം ശ്രീലങ്ക. അസാനി ചുഴലിക്കാറ്റ് രൂപം കൊണ്ടത് ബംഗാൾ ഉൾക്കടലിലാണ് കേട്ടോ. അസാനി ചുഴലിക്കാറ്റ് രൂപം കൊണ്ടത് ബംഗാൾ ഉൾക്കടലിലാണ്. അസാനിയുടെ അർത്ഥം പഠിച്ചു വെച്ചേക്കുക, ഉഗ്രകോപമാണ് കേട്ടോ. അസാനിയുടെ അർത്ഥം എന്താണ്? ഉഗ്രകോപം. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ എലിവേറ്റർ സ്ഥാപിതമായിട്ടുള്ളത് മുംബൈ ആണ് കേട്ടോ. അപ്പോൾ എലിവേറ്റർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സ്റ്റെപ്പ് കയറി എത്തണേക്കാൾ മുംബൈ എത്താൻ വേണ്ടിയിട്ടല്ലേ. അങ്ങനെ നമുക്ക് മുംബൈ കണക്ട് ചെയ്യാലോ. ലോകത്തിലെ ഏറ്റവും വലിയ എലിവേറ്റർ സ്ഥാപിതമായത്
മുംബൈ. അമ്മമാർക്ക് ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകൾ വഴി സൈബർ സുരക്ഷാ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് അമ്മ അറിയാൻ. ഓക്കെ, അമ്മമാർക്ക് ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകൾ വഴി സൈബർ സുരക്ഷാ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് അമ്മ അറിയാൻ. ഇനി അടുത്ത പോയിന്റ്, മിസ് ഇന്ത്യ ന്യൂയോർക്ക് കിരീടം നേടിയ മലയാളി ആരാണ്? മീര തങ്കം മാത്യു. ഓക്കെ, മിസ് ഇന്ത്യ ന്യൂയോർക്ക് കിരീടം നേടിയിട്ടുള്ള മലയാളിയാണ് മീര തങ്കം മാത്യു. അപ്പോൾ ന്യൂ തങ്കമാണെന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം അല്ലെ, ന്യൂ ഗോൾഡ് എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. 2021-22 ഇംഗ്ലീഷ് വനിതാ സൂപ്പർ ലീഗ് കിരീടം നേടിയത് ചെൽസിയാണ്. 2021-2022 ഇംഗ്ലീഷ് വനിതാ സൂപ്പർ ലീഗ് കിരീടം നേടിയിട്ടുള്ളത് ചെൽസി. 4ാമത്തെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി എപ്പോഴും ഞാൻ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹരിയാനയാണ്. ഓക്കെ, നമ്മുടെ 4 കാലുള്ള ആന എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. അതേപോലെ തന്നെ ധാക്കഡ് എന്ന പേര് നൽകിയിട്ടുള്ള കാളയാണ് ഈ ഗെയിംസിന്റെ ചിഹ്നം. അതും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ധാക്കഡ് എന്ന പേര് നൽകിയിട്ടുള്ള കാളയാണ് ഈ ഗെയിംസിന്റെ, അതായത് ഖേലോ ഇന്ത്യ ഗെയിംസിന്റെ ചിഹ്നം എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, NCC മേധാവി ആരാണ്? NCC മേധാവി ഗുർബീർ പാൽ സിംഗ് ആണ് കേട്ടോ. NCC മേധാവി ഗുർബീർ പാൽ സിംഗ്. അപ്പോൾ NCCക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ പാലൊക്കെ കുടിച്ച് നല്ല ഹെൽത്തി ആയിട്ടൊക്കെ പോകണം എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. ഗുർബീർ പാൽ സിംഗ്. അടുത്ത നോക്കാം. എല്ലാ ഗ്രാമങ്ങളിലും ലൈബ്രറികൾ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ഗ്രാമങ്ങളിലും ലൈബ്രറികൾ നിർമ്മിച്ചുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ജാർഖണ്ഡ്. അപ്പോൾ നമ്മൾ ഈ ലൈബ്രറിയിലൊക്കെ പോയിട്ട് പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വെള്ളം കുടിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ജാറും കൊണ്ടുപോയി എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. ജാർഖണ്ഡാണ് കേട്ടോ. എല്ലാ ഗ്രാമങ്ങളിലും ലൈബ്രറികൾ നിർമ്മിച്ചുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ജാർഖണ്ഡ്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ടോപ്പിക്കാണ്. ഫിഫയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ സ്ട്രീം ചെയ്ത ആദ്യ ഇന്ത്യൻ സ്പോർട്സ് ഡോക്യുമെൻ്ററി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മൈതാനമാണ് കേട്ടോ. ഫിഫയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ സ്ട്രീം ചെയ്തിട്ടുള്ള ആദ്യ ഇന്ത്യൻ സ്പോർട്സ് ഡോക്യുമെൻ്ററിയാണ് മൈതാനം. ഔദ്യോഗിക ചിഹ്നം, ഫിഫയുടെ ഔദ്യോഗിക ചിഹ്നം അറിഞ്ഞു വെക്കുക, ല ഈബ് ആണ് കേട്ടോ. ല ഈബ്. അതുപോലെ തന്നെ അതിൻ്റെ പന്ത് അൽ റിഹ്ലയാണ്. അൽ റിഹ്ല എന്ന് പറഞ്ഞാൽ ദ ജേണി, യാത്ര എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് പഠിച്ചു വെച്ചേക്കുക. ഔദ്യോഗിക ചിഹ്നം ല ഈബാണ്, പന്ത് അൽ റിഹ്ല. അതുപോലെ തന്നെ സ്പോൺസർ ബൈജൂസ് ആപ്പാണ് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. 2022 മെയ്യിൽ സുപ്രീം കോടതി മരവിപ്പിച്ച രാജ്യദ്രോഹ നിയമം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ IPC 124A ആണ് കേട്ടോ. IPC 124A. ജനങ്ങളെ സൈബർ ആക്രമണങ്ങളിൽ ബോധവൽക്കരിക്കാൻ വേണ്ടി RBI പുറത്തിറക്കിയിട്ടുള്ള കാർട്ടൂൺ പുസ്തകം. അപ്പോൾ സൈബർ ക്രൈംസ് എന്നൊക്കെ നമുക്കൊരു എന്താ പറയുക, ഒരു ബോധവൽക്കരണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് RBI പുറത്തിറക്കിയിട്ടുള്ള കാർട്ടൂൺ പുസ്തകം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ രാജു ആൻഡ് ദി 40 Thieves ആണ് കേട്ടോ. രാജു ആൻഡ് ദി 40 Thieves. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ പഠിച്ചു പോവുക, RBI ഗവർണർ ആരാ? ശക്തികാന്ത ദാസ് അല്ലേ. നമ്മുടെ ബാങ്കുകളുടെ ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്ന RBIയുടെ ഗവർണറാണ്. അപ്പോൾ എന്തായാലും നല്ല ശക്തി വേണം. ശക്തികാന്ത ദാസ് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. അടുത്തത്, സൗരയൂഥത്തിലെ ഏറ്റവും ചൂടേറിയ ഗ്രഹമായിട്ടുള്ള ശുക്രനെ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യമാണ് ശുക്രയാൻ 1 കേട്ടോ. ശുക്രയാൻ 1. അപ്പോൾ അതിൻ്റെ ഒപ്പം പഠിക്കുക, ISRO ചെയർമാൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, S സോമനാഥാണ്. 10ാമത്തെ ചെയർമാൻ, 5ാമത്തെ മലയാളി. ഇന്ത്യയുടെ കരസേന മേധാവിയായിട്ട് നിയമിതനായത് ആരാ? മനോജ് സി പാണ്ഡെ ആണ്. മനോജ് സി പാണ്ഡെ. അപ്പോൾ നമ്മുടെ കര എന്നൊക്കെ പറയുന്നത് പണ്ട് മുതലേ ഉള്ളതാണ് അല്ലേ, മനോജ് സി പാണ്ഡെ. അപ്പോൾ അതിൻ്റെ ഒപ്പം പഠിച്ചു വെച്ചേക്കാം, മുൻ കരസേന മേധാവി, കര നര എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആരാണ്? MM നരവനെ. ഓക്കെ, മുൻ കരസേന മേധാവി MM നരവനെ. ഉപമേധാവി കൂടെ പഠിച്ചു പോവാ കേട്ടോ. BS രാജു ആണ്. ഓക്കെ, കരസേനയുടെ ഉപമേധാവി ആരാണ്? BS രാജു. അടുത്ത പോയിന്റ്, ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ള വനിത എന്ന റെക്കോർഡ് നേടിയത് ലക്പ ഷെർപ്പയാണ് കേട്ടോ. ആരാണ്? ലക്പ ഷെർപ്പ. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ള വനിതയാണ് ലക്പ ഷെർപ്പ. ഇപ്പോൾ ഒരു ലക്കാണല്ലോ, വനിതയാണല്ലോ, അപ്പോൾ ഒരു ലക്കാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. ലക്പ ഷെർപ്പ 10 പ്രാവശ്യമാണ് കേട്ടോ. അപ്പോൾ അതേസമയം ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ള റെക്കോർഡ് നേടിയിട്ടുള്ളത് കാമി റിത ഷെർപ്പയാണ്. ഓക്കെ, അപ്പോൾ വനിത ചോദിക്കുകയാണെങ്കിലാണ് ലക്പ ഷെർപ്പ, അല്ലെങ്കിൽ കാമി റിത ഷെർപ്പ. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ളത് കാമി റിത ഷെർപ്പയാണ്. 26 തവണയാണ് കേട്ടോ. 26 തവണ. അവിടെ നമുക്ക് അസോസിയേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് പോയിന്റ്സുകളുണ്ട്. എവറസ്റ്റിന്റെ ഉയരം അറിഞ്ഞിരിക്കുക. എത്രയാ? 8848.86 മീറ്റേഴ്സ് ആണ് കേട്ടോ. 8848.86. അന്താരാഷ്ട്ര പർവ്വത ദിനം ഡിസംബർ 11. അപ്പം പർവ്വതം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഹിമാലയൊക്കെ ആലോചിക്കുക, അല്ലെങ്കിൽ നമ്മുടെ എവറസ്റ്റ് ഒക്കെ ആലോചിക്കുക അല്ലേ. ഭയങ്കര തണുപ്പല്ലേ. അപ്പോൾ തണുപ്പുള്ള മാസം തന്നെ ആലോചിക്കുക ഡിസംബർ. അതുപോലെ തന്നെ അതേ നമ്മുടെ മൗണ്ടൻ ഒക്കെ ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ ഒന്നുപോലെയൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് 11 കണക്ട് ചെയ്യാം. അന്താരാഷ്ട്ര പർവ്വത ദിനം ഡിസംബർ 11. അതേപോലെ തന്നെ അന്താരാഷ്ട്ര പർവ്വത വർഷം ചോദിക്കുകയാണെങ്കിൽ 2002 ആണ് കേട്ടോ. അടുത്തത്,
എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ള ആദ്യ ഇന്ത്യൻ വനിത, എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ള ആദ്യ ഇന്ത്യൻ വനിതയാണ് കേട്ടോ. ആരാണ്? ബചേന്ദ്രി പാലാണ്. ബചേന്ദ്രി പാൽ എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ വനിത ബചേന്ദ്രി പാൽ. ഇപ്പം ഇന്ത്യൻ വനിത ആയതുകൊണ്ട് തന്നെ പാലൊക്കെ കുടിച്ചിട്ട് വേണം നമ്മൾ എവറസ്റ്റ് കീഴടക്കിയ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. ബചേന്ദ്രി പാൽ 2 വർഷം തുടർച്ചയായിട്ട് എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ള വനിത ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ സന്തോഷ് യാദവ് ആണ്. ആരാണ്? സന്തോഷ് യാദവ്. 1992, 1993 ഈ 2 വർഷമാണ് തുടർച്ചയായിട്ട് എവറസ്റ്റ് കീഴടക്കിയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായെന്ന് കണക്ട് ചെയ്യാലോ, സന്തോഷ് യാദവ്. ഇനി എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ള ആദ്യ വനിത, ആദ്യ ഇന്ത്യൻ വനിത പറഞ്ഞപ്പോഴാണ് നമ്മൾ ബചേന്ദ്രി പാൽ എന്നുള്ള ഉത്തരത്തിലേക്ക് എത്തിയത്. ഇനി എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ള ആദ്യ വനിത ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ജുങ്കോ താബെ. ആരാണ്? ജുങ്കോ താബെ. അപ്പോൾ ഈ 3 പോയിന്റ്സ് ഒന്നും കൂടെ പറയാം. എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ള ആദ്യ ഇന്ത്യൻ വനിത ബചേന്ദ്രി പാൽ, 2 വർഷം തുടർച്ചയായി എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ള വനിത സന്തോഷ് യാദവ്, എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ള ആദ്യ വനിത ചോദിക്കുകയാണെങ്കിൽ ജുങ്കോ താബെ. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയമിതനായത് രാജീവ് കുമാർ. ഓക്കെ, ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയമിതനായത് രാജീവ് കുമാർ. ഇതൊക്കെ നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ മുമ്പത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സുശീൽ കുമാറാണ്. അതേപോലെ തന്നെ കേരളത്തിന്റെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എ ഷാജഹാൻ ആണ്. കേരളത്തിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എ ഷാജഹാൻ. ചീഫ് ഇലക്ടറൽ ഓഫീസർ ചോദിക്കുകയാണെങ്കിൽ സഞ്ജയ് കൗൾ. ഇതിനൊക്കെ നമ്മൾ കോഡ് വെച്ചിട്ട് മുമ്പ് ക്ലാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത്. അടുത്ത പോയിന്റ്, മുൻ ചീഫ് ഇലക്ടറൽ ഓഫീസറായ ടീക്കാറാം മീണയുടെ ആത്മകഥ ഏതാണ്? തോൽക്കില്ല ഞാൻ എന്നുള്ളതാണ് കേട്ടോ. തോൽക്കില്ല ഞാൻ. അപ്പോൾ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നത്? ടീക്കാറാം മീണ എന്ന് പറയുമ്പോൾ നമുക്ക് വീണ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം അല്ലേ. വീണാലും തോക്കില്ല ഞാൻ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. വീണാലും തോക്കില്ല ഞാൻ. അപ്പോൾ ടീക്കാറാം മീണയുടെ ആത്മകഥ തോക്കില്ല ഞാൻ. 2021 ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് നേടിയത് ലിസി അച്ചൻകുഞ്ഞാണ് കേട്ടോ. 2021 ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് നേടിയത് ലിസി അച്ചൻകുഞ്ഞ്. ലോക നഴ്സസ് ദിനം എന്നാന്ന് ചോദിക്കുകയാണെങ്കിൽ മെയ് 12 എന്നാണ്. മെയ് 12. നഴ്സുമാരെന്ന് പറയുമ്പോൾ നമ്മുടെ മെയ്ക്കൊക്കെ നല്ലത് വരുത്താൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ മെയ് ശരീരം എന്നുള്ള രീതിയിൽ കേട്ടോ. മെയ് 12. അപ്പോൾ 12th ആകുമ്പോഴാണ് നമ്മൾ ഏത് സ്ട്രീം എടുക്കണം, നേഴ്സ് ആവണോ ഡോക്ടർ ആവണോ എന്നൊക്കെ തീരുമാനിക്കുക. അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. മെയ് 12 ലോക നഴ്സസ് ദിനം. അതിൻ്റെ തീമും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. 2022 തീമാണ് നഴ്സസ് എ വോയിസ് ടു ലീഡ്, ഇൻവെസ്റ്റ് ഇൻ നഴ്സിംഗ് ആൻഡ് റെസ്പെക്ട് റൈറ്റ്സ് ടു സെക്യൂർ ഗ്ലോബൽ ഹെൽത്ത് ആണ് കേട്ടോ. നഴ്സുമാർ നേതൃനിരയിലെ ശബ്ദം, നഴ്സുമാർക്കായി പ്രവർത്തിക്കുക, അവരുടെ അവകാശങ്ങളെ മാനിക്കുക, ആരോഗ്യം സംരക്ഷിതമാക്കുക. അടുത്ത പോയിന്റ്, അംഗനവാടി കുട്ടികൾക്ക് തേൻ വിതരണത്തിനായിട്ട് വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തേൻ കണം. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം PSC ബുള്ളറ്റിനിലെ ചോദ്യങ്ങളാണ് കേട്ടോ. അംഗനവാടി കുട്ടികൾക്ക് തേൻ വിതരണത്തിനായിട്ട് വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തേൻ കണം. അതേപോലെ തന്നെ വേറൊരു പദ്ധതിയുണ്ട്, വയോജനങ്ങളുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനുമുള്ള പദ്ധതിയാണ് വയോരക്ഷാ പദ്ധതി. ഏതാണ്? വയോരക്ഷാ പദ്ധതി. അടുത്ത പോയിന്റ്, BPL കുടുംബങ്ങളിലെ പ്രമേഹ രോഗികളായ വയോജനങ്ങൾക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് വയോമധുരം അല്ലേ. അപ്പം മധുരം ഗ്ലൂക്കോമീറ്ററുമായിട്ടൊക്കെ നമുക്ക് കണക്ട് ചെയ്യാമല്ലോ. നമ്മുടെ ഗ്ലൂക്കോമീറ്റർ വയോമധുരം. ഓക്കെ. അടുത്ത 2021-2022 വർഷത്തിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായിട്ടുള്ള രാജ്യം, ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായിട്ടുള്ള രാജ്യമാണ് അമേരിക്ക. അടുത്ത പോയിന്റ്, അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം എത്രയാണ്? 311 രൂപയാണ് കേട്ടോ. 311 രൂപ. അപ്പോൾ തുടങ്ങിയിട്ടുള്ളത് 2010 കേട്ടോ. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങിയിട്ടുള്ളത് 2010. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് ഒന്ന് വേഗം പറയാം. തേൻ കണം എന്തായിരുന്നു? അംഗൻവാടി കുട്ടികളുടെ തേൻ വിതരണത്തിനായിട്ട് വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി. വയോരക്ഷാ പദ്ധതി ആർക്ക് വേണ്ടിയിട്ടുള്ളത്? വയോജനങ്ങളുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനും വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. വയോമധുരം, മധുരം എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോമീറ്റർ ആണ് അല്ലേ. അപ്പോൾ ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്ന പ്രമേഹ രോഗികൾക്കും അതുപോലെ തന്നെ വയോജനങ്ങൾക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് വയോമധുരം. പിന്നെ അയ്യങ്കാളി നഗരം തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം 311 ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. ലോകത്തിലെ ആദ്യ നാനോ യൂറിയ പ്ലാന്റ് സ്ഥാപിക്കുന്നത് കലോൾ ആണ് കേട്ടോ. ഗുജറാത്തിലെ കലോൾ എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ് ലോകത്തിലെ ആദ്യ നാനോ യൂറിയ പ്ലാന്റ് സ്ഥാപിക്കുന്നത് കേട്ടോ. കലോൾ, ഗുജറാത്ത്. ചീഫ് മിനിസ്റ്റർ അറിഞ്ഞിരിക്കുക. ഗുജറാത്തിലെ ചീഫ് മിനിസ്റ്റർ ആരാ? ഭൂപേന്ദ്ര പട്ടേലാണ്. ഭൂപേന്ദ്ര പട്ടേൽ. അടുത്ത പോയിന്റ്, വാൻചുവ അഗ്രികൾച്ചറൽ ഫെസ്റ്റിവൽ നടക്കുന്ന സംസ്ഥാനം. ഇത് നമ്മൾ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞുള്ളതാണ്. വാൻചുവ അഗ്രികൾച്ചറൽ ഫെസ്റ്റിവൽ. ഇതേപോലത്തെ ഫെസ്റ്റിവലൊക്കെ PSC ചോദിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കുക. ആസാമിലാണ്. ആസാം. അപ്പോൾ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നത്? അതായത് ഈ ചില ചായകളൊക്കെ കുടിക്കുമ്പോൾ ഒരു വല്ലാത്ത ചുവയാണ് അല്ലേ. അപ്പോൾ ആസാം ടീ എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക കേട്ടോ. വാൻചുവ അഗ്രികൾച്ചർ ഫെസ്റ്റിവൽ നടക്കുന്ന സംസ്ഥാനം ഏതാണ്? ആസാമാണ്. അടുത്ത, കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി. ചെണ്ട വിദ്വാനാണ് കേട്ടോ. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി.
അപ്പോൾ സംഗീതം എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ നമുക്ക് ശങ്കരാഭരണമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാലോ. ശങ്കരൻ, ശങ്കരാഭരണം, അല്ലെങ്കിൽ കുട്ടികൾ നല്ല രീതിയിലൊക്കെ പാട്ട് പാടുന്നോ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. മട്ടന്നൂർ ശങ്കരൻകുട്ടി ചെണ്ട വിദ്വാനാണ്. അപ്പോൾ അതേപോലെ തന്നെ കേരള സംഗീത അക്കാദമിയുടെ സെക്രട്ടറി ഒന്ന് അറിഞ്ഞിരിക്കുക, കരിവെള്ളൂർ മുരളിയാണ് കേട്ടോ. കരിവെള്ളൂർ മുരളി. അടുത്ത പോയിന്റ്, ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കാലാവസ്ഥ നിലയം സ്ഥാപിതമായത് എവറസ്റ്റിൽ തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കാലാവസ്ഥ നിലയം സ്ഥാപിതമായിട്ടുള്ളത് എവറസ്റ്റ്. അതിൻ്റെ ഹൈറ്റ് ആണ് 8830 മീറ്റർ. എത്രയാണ്? 8830 മീറ്റർ. നമ്മുടെ എവറസ്റ്റിൻ്റെ ഹൈറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞാണ്, എല്ലാം ഈവൻ നമ്പേഴ്സ് ആയിരുന്നു. 8848.86 മീറ്റർ ആണ്. അപ്പോൾ ഈ കാലാവസ്ഥ നിലയത്തിൻ്റെ ഉയരമാണ് 8830 മീറ്റർ കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. ഡൽഹിയുടെ പുതിയ ലഫ്റ്റനന്റ് ഗവർണറായിട്ട് ചുമതലയേറ്റത് വിനയ് കുമാർ സക്സേനയാണ്. ആരാണ്? വിനയ് കുമാർ സക്സേന. അപ്പോൾ നമ്മുടെ ക്യാപിറ്റലാണ്, അതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര വിനയമുള്ള ഒരാൾ തന്നെയാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. വിനയ് കുമാർ സക്സേനയാണ് കേട്ടോ. സംസ്ഥാന വനിതാ കമ്മീഷന്റെ 7ാമത്തെ അധ്യക്ഷയായിട്ട് നിയമിതയായത് പി സതീദേവി. ഇതെല്ലാവർക്കും അറിയായിരിക്കും. സംസ്ഥാന വനിതാ കമ്മീഷന്റെ 7ാമത്തെ അധ്യക്ഷയായിട്ട് നിയമിതയായതാണ് പി സതീദേവി. പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ ക്യാൻസർ വിരുദ്ധ ഗുണങ്ങളുള്ള പുതിയ ഇനം സസ്യം ഏതാണ്? ഒഫിയോറൈസ ശശിധര നിയാന. ഓക്കെ, അപ്പം നമ്മുടെ ക്യാൻസർ വിരുദ്ധ ഗുണങ്ങളുള്ള ഒരു പുതിയ ഇനം സസ്യമാണ്. അപ്പോൾ ക്യാൻസർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓഫായി പോവാതിരിക്കാനൊക്കെ അല്ലേ. അപ്പോൾ ഒഫിയോ റൈസ, നമ്മുടെ റൈസ് ഓർത്താൽ മതി കേട്ടോ. ഒഫിയോ റൈസ. പിന്നെ ശശി ആലോചിക്കുക, ശശിധര നിയാന. അടുത്ത പോയിന്റ് നോക്കാം. രാജ്യത്ത് 20 രൂപ നോട്ടുകൾ ഇറക്കിയിട്ട് 50 വർഷം തികയുന്നു. അതൊന്ന് ഓർത്തു വെച്ചേക്കാം കേട്ടോ. രാജ്യത്ത് 20 രൂപ നോട്ടുകൾ ഇറക്കിയിട്ട് 50 വർഷം തികയുന്നു. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ പഠിച്ചു പോവുക. പുതിയ 20 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലോറ ഗുഹകളാണ് കേട്ടോ. മഹാരാഷ്ട്രയിലെ എല്ലോറ ഗുഹകളാണ് 20 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. പൗരന്മാരെ പോലെ തന്നെ നിയമപരമായ എല്ലാ അവകാശങ്ങളും ഉള്ള ജീവനുള്ള വ്യക്തിയാണ് പ്രകൃതി എന്ന വിധി പ്രസ്താവിച്ചത് മദ്രാസ് ഹൈക്കോടതിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മാഡായിട്ട്, മദ്രാസ് എന്ന് പറയുമ്പോൾ നമുക്ക് മാഡ് എടുക്കാം, മാഡായിട്ട് പ്രകൃതിയൊക്കെ നശിപ്പിക്കല്ലേ എന്നുള്ള രീതിയിലേക്ക് ഒന്ന് വേണമെങ്കിൽ കണക്ട് ചെയ്യാം കേട്ടോ. അടുത്ത പോയിന്റ്, പ്രഥമ കേരള ഗെയിംസിന്റെ വേദി തിരുവനന്തപുരം. കേരള കായിക വകുപ്പ് മന്ത്രി ആരാണ്? വി അബ്ദുറഹ്മാനാണ്. അപ്പോൾ കായികം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മാനുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാലോ. മാനൊക്കെ നല്ല സ്പീഡിൽ ഓടില്ലേ. അപ്പോൾ കേരള കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനാണ്. പ്രഥമ കേരള ഗെയിംസിന്റെ വേദി എവിടെയാണ്? തിരുവനന്തപുരത്താണ്. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് വി സുനിൽകുമാർ ആണ് കേട്ടോ. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആരാണ്? വി സുനിൽകുമാർ. അടുത്ത പോയിന്റ്, ഇതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ് തന്നെയാണ്. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ സ്പോർട്സ് ടൈം. അടുത്ത പോയിന്റ് നോക്കാം. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ സ്പോർട്സ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയത് മേരി കോം ആണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? പ്രഥമ കേരള ഗെയിംസിന്റെ വേദി തിരുവനന്തപുരം, കേരള കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ, കേരള ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് വി സുനിൽകുമാർ, കേരള ഒളിമ്പിക് അസോസിയേഷന്റെ സ്പോർട്സ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയിട്ടുള്ളത് ആരാണ്? മേരി കോം. അടുത്ത പോയിന്റ് നോക്കാം. ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ വൈദ്യുത കപ്പലുകൾ നിർമ്മിക്കുന്നത് കൊച്ചി കപ്പൽ നിർമ്മാണശാലയാണ് കേട്ടോ. എവിടെയാണ്? കൊച്ചി കപ്പൽ നിർമ്മാണശാല. ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ കപ്പൽ ജലഗതാഗത വകുപ്പ് മന്ത്രി ആരാണ്? സർബാനന്ദ സനോവൾ. സർബാനന്ദ സനോവൾ. അപ്പോൾ കപ്പലിലൊക്കെ പലരും ആദ്യമായിട്ടൊക്കെ കയറുമ്പോൾ ഭയങ്കര ആനന്ദം വരുന്നൊക്കെ കണക്ട് ചെയ്യാലോ. സർബാനന്ദ സനോവൾ കേട്ടോ. അടുത്തത്, പോക്സോ കേസിൽ രാജ്യത്ത് ആദ്യമായിട്ട് വധശിക്ഷ വിധിച്ചത് രാജസ്ഥാനിലാണ്. കേരള പോലീസ് ആരംഭിച്ച റോഡ് സെൻസസ് പദ്ധതിയുടെ ഭാഗമായി പപ്പു എന്ന സീബ്ര പ്രതിമ സ്ഥാപിച്ചത് തൃശ്ശൂരിൽ വെച്ചിട്ടാണ് കേട്ടോ. പപ്പു എന്ന സീബ്ര പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത് തൃശ്ശൂർ വെച്ചിട്ടുള്ളത്. സുഗതകുമാരി ടീച്ചറുടെ സ്മൃതി മന്ദിരം നിലവിൽ വന്നിട്ടുള്ളത് നെയ്യാറ്റിൻകരയിലാണ്. സുഗതകുമാരി ടീച്ചറുടെ സ്മൃതി മന്ദിരം നിലവിൽ വന്നിട്ടുള്ളത് എവിടെയാണ്? നെയ്യാറ്റിൻകര. അടുത്ത പോയിന്റ്, എല്ലാ വർഷവും മെയ് മാസത്തിലെ ആദ്യ ഞായറാഴ്ചയാണ് ചിരിദിനം. അപ്പോൾ ചിരിദിനം എന്നാന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാ വർഷവും മെയ് മാസത്തിലെ ആദ്യ ഞായറാഴ്ച. അപ്പോൾ ചിരിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ലേ, നമ്മുടെ മെയ്ക്ക് നല്ലതാണ്. അപ്പോൾ മെയ് മാസമാണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ഞായറാഴ്ച എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഓഫായിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ചിരിക്കാന്നൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയുടെ 34ാമത്തെ വിദേശകാര്യ സെക്രട്ടറി ആയിട്ട് നിയമിതനായത് വിനയ മോഹനാണ് കേട്ടോ. വിദേശത്തൊക്കെ പോണ സമയത്ത് ഭയങ്കര വിനയൊക്കെ ആയിരിക്കും എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഓർക്കാം കേട്ടോ. വിനയ മോഹൻ വിദേശകാര്യ സെക്രട്ടറി ആണ്. അടുത്ത പോയിന്റ്, വനിതാ ക്രിക്കറ്റ് താരം മിതാലി രാജിന്റെ ജീവിത കഥ പറയുന്ന ചലച്ചിത്രം സബാഷ് മിത്തു. മിതാലിയുടെ വേഷം അവതരിപ്പിക്കുന്നത് തപ്സി പന്നു ആണ് കേട്ടോ. 2021-2022 സന്തോഷ് ട്രോഫി നേടിയത് കേരളമാണ്. ഫൈനലിൽ പശ്ചിമ ബംഗാളിനെ തോൽപ്പിച്ചിട്ടാണ് കേരളം വിജയം നേടിയത് കേട്ടോ. അപ്പോൾ 2021-2022 സന്തോഷ് ട്രോഫി നേടിയത് കേരളമാണ് കേട്ടോ. അടുത്തത്, ഫിൻലാൻഡ് പ്രധാനമന്ത്രി ആരാ? സന്ന മാരിൻ. സൺ എന്നൊക്കെ കണക്ട് ചെയ്യാം. ഫിൻലാൻഡ് സന്ന മാരിൻ കേട്ടോ. ഫിൻലാൻഡ് പ്രധാനമന്ത്രി സന്ന മാരിൻ. അടുത്തത്, ഡെൻമാർക്ക് പ്രധാനമന്ത്രി
മെറ്റി ഫ്രെഡറിക്സൺ ആണ്. ഡെൻമാർക്ക് പ്രധാനമന്ത്രി ആരാണ്? മെറ്റി ഫ്രെഡറിക്സൺ. അപ്പോൾ നമ്മുടെ സണ്ണിൻ്റെ മാർക്കോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഫ്രെഡറിക്സൺ ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക കേട്ടോ, മെറ്റി ഫ്രെഡറിക്സൺ. അപ്പോൾ ഫിൻലാൻഡ് പ്രധാനമന്ത്രി സന്ന മാരിൻ, ഡെൻമാർക്ക് പ്രധാനമന്ത്രി മെറ്റി ഫ്രെഡറിക്സൺ. അടുത്ത പോയിന്റ്, 2022 ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. അടുത്ത പോയിന്റ് നോക്കാം. വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് 2022 ഇന്ത്യയുടെ സ്ഥാനം 150 ആണ്. 150. ഓക്കെ, കഴിഞ്ഞ വർഷം എത്രയായിരുന്നു? 2021 142 ആയിരുന്നു. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നു വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 4നെ പ്രസ് ചെയ്ത് 2 ആക്കി മാറ്റി എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്ത് പറഞ്ഞു. അപ്പോൾ 142 ആയിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് 150 ആയിട്ട് മാറി കേട്ടോ. അതുപോലെ തന്നെ ആദ്യത്തെ പൊസിഷനിൽ നിൽക്കുന്നത് നോർവേ ആണ്. അപ്പോൾ പ്രസ്സിന് ഫ്രീഡം കിട്ടുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇല്ല, അപ്പോൾ പ്രസ്സിന് ഫ്രീഡം കിട്ടുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇല്ല, ഫ്രീഡം കിട്ടില്ല, നോ വേ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം അല്ലേ. കാരണം എല്ലാ ദിവസവും പത്രമൊക്കെ വരുന്നതല്ലേ, അപ്പോൾ ഫ്രീഡം ഇല്ല എന്നുള്ള രീതിയിൽ, നോ വേ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. അടുത്ത, വനിതാ ശിശു വികസന വകുപ്പ് കേരളത്തിൽ ആദ്യമായിട്ട് നിർമ്മിച്ചിട്ടുള്ള സ്മാർട്ട് അംഗനവാടി തിരുവനന്തപുരത്താണ് കേട്ടോ, പൂജപ്പുരയിലാണ്, പൂജപ്പുര. അടുത്ത പോയിന്റ്, 2022 വേൾഡ് ഫുഡ് പ്രൈസ് ജേതാവ് ആരാണ്? സിന്ധിയ ഇ റോസൻവേഗ് ആണ്. സിന്ധിയ ഇ റോസൻവേഗ്. അപ്പോൾ നമ്മുടെ വേൾഡ് ഫുഡ് പ്രൈസ് ആണ്. ഫുഡ് എന്നൊക്കെ പറയുമ്പോൾ ഈ ഫ്രോസൺ ഫുഡ് എന്നൊക്കെ ആലോചിക്കാമല്ലോ, ഫ്രോസൺ. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് റോസൻ വേഗ് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. അടുത്ത പോയിന്റ്, സംസ്ഥാനത്ത് ജനസംഖ്യാധിഷ്ഠിത ജീവിതശൈലി രോഗം നിർണയത്തിനായിട്ട് ആരോഗ്യ വകുപ്പ് തയ്യാറാക്കിയിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണ് ശൈലി ആപ്പ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ കുറിച്ചല്ലേ, അപ്പോൾ ശൈലി ആപ്പ് കേട്ടോ. ഇനി ഹെർമൻ ഗുണ്ടർട്ടിന്റെ തലശ്ശേരി ഇല്ലിക്കുന്നിലെ ബംഗ്ലാവിൽ അക്ഷര മ്യൂസിയം ആരംഭിച്ചു. അപ്പോൾ ഇത് PSC ബുള്ളറ്റിനിൽ വന്നിട്ടുള്ളതാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഹെർമൻ ഗുണ്ടർട്ടിന്റെ തലശ്ശേരി ഇല്ലിക്കുന്നിലെ ബംഗ്ലാവിൽ അക്ഷര മ്യൂസിയം ആരംഭിച്ചു. ആദ്യമായിട്ട് മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി തയ്യാറാക്കിയിട്ടുള്ളതാണ് ഹെർമൻ ഗുണ്ടർട്ട് അല്ലേ. അടുത്ത പോയിന്റ്, 23ാം പത്മപ്രഭ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ശ്രീകുമാരൻ തമ്പിക്കാണ്. 23ാമത്തെ പത്മപ്രഭ പുരസ്കാരം കിട്ടിയത്. ഏഷ്യയിലെ ആദ്യ ബാലസൗഹൃദ നഗരം എന്നറിയപ്പെടുന്നത് തൃശ്ശൂരാണ് കേട്ടോ, അതും കൂടെ പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റ്സുകൾ ഇതിനകത്ത് റിപ്പീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ക്ലാസ്സുകളൊക്കെ ഒന്ന് എടുത്ത് കാണുക. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. ബൈ.